വെൽക്കം ടു കുക്ക് ട്രാവലിറ്റ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു മീനച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 2 കിലോ ഓലക്കൊടിയൻ മീനാണ് എടുത്തിരിക്കുന്നത്. ഇതാകുമ്പോൾ ഇറച്ചിക്ക് കുറച്ച് ഉറപ്പുണ്ടാവും. അപ്പോൾ നമ്മൾ കൂടുതൽ ചെയ്യുന്നത് കേരയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ട്രോളിങ്ങിൻ്റെ സീസൺ ആയതുകൊണ്ട് നമുക്ക് കേര അത്ര നല്ല കേര അന്വേഷിച്ചപ്പോൾ കിട്ടിയില്ല. ഫ്രഷായിട്ട് കിട്ടിയത് ഓലക്കൊടിയനാണ്. അപ്പോൾ നമ്മുടെ ഇതൊരു ഓർഡറിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോഴും അവർ ഓലക്കൊടിയൻ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 2 കിലോ മീനിലുള്ള അച്ചാറാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഇതിനാവശ്യമായ സാധനങ്ങളൊന്ന് പരിചയപ്പെടാം. നമുക്ക് ഇപ്പോൾ മാഗ്നേറ്റ് മസാല പറ്റിയെടുക്കാൻ ആവശ്യമുള്ളത് മഞ്ഞൾപ്പൊടി വേണം. നമ്മളൊരു 2 കിലോ മീന് വേണ്ടിയിട്ട് നമ്മളിതാ ഇതിൽ1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. നമുക്ക് അടച്ച് വയ്ക്കാം. പിന്നെ നമുക്കൊരു 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് പിന്നെ ആവശ്യമുള്ളത്. മുളക് പൊടി ചേർക്കാം. ഒരു 2.5 ടീസ്പൂൺ നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇങ്ങനത്തെ ഒരു സ്പൂണിൽ ഒരു 10 ഗ്രാം ഉണ്ടാകുക. ഇങ്ങനത്തെ ഒരു സ്പൂണിൽ 1 ടീസ്പൂൺ നമ്മൾ പൊടിച്ചെടുത്ത മസാലയാണ്. അതായത് പെരുംജീരകവും ജീരകവും പട്ട ഗ്രാമ്പു ഏലക്കായ എല്ലാം കൂടി പൊടിച്ചെടുത്തത് ഈ ഒരു സ്പൂണിൽ നമുക്ക് 2 ടീസ്പൂൺ ചേർക്കാം. ചേർത്തിട്ടുണ്ട്. നമ്മളിതാ 1 സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു പൊടിക്കും കൂടെ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഒരു 1.5 ടീസ്പൂൺ 1.25 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇത്രയാണ് നമുക്ക് ഇതൊന്ന് മസാല പറ്റിയെടുക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ. നമുക്കൊരു അല്പം ചൊറുക്കി ഒഴിക്കാം. കുറച്ച് ചോർക്കാം. ഇത്ര ഒരു ചോർക്കാൻ മതിയാവും. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് തിരുമ്മിയെടുക്കണം. നമുക്കിത് തിരുമ്മിയെടുക്കണം. ചേർത്തേക്കുന്ന സാധനങ്ങൾ ഒന്നും കൂടെ പറയാം. ഉപ്പ്, മുളക് പൊടി, ഉപ്പ് ചേർത്തിട്ടുണ്ട്. നമ്മൾ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. നമ്മൾ പൊടിച്ചെടുത്ത മസാല ചേർത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ചിലർക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഇതിനകത്ത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റൊന്നും ചേർക്കുന്നില്ലല്ലോ. നമ്മളത് അച്ചാർ ചെയ്യുമ്പോൾ അത് ചേർക്കുന്നുണ്ട്. അതുമല്ല, കൂടുതൽ ഒരു സേഫ്റ്റി കുരുമുളക് പൊടിയൊക്കെ നമ്മൾ കൂടുതൽ കാലം ഇരിക്കേണ്ടതാണെങ്കിൽ നമ്മൾ കുരുമുളക് പൊടിയൊക്കെ ചേർക്കാതിരിക്കുന്നതിനാണ് നല്ലത്. പിന്നെ അത് പെട്ടെന്ന് ചീത്തയാവുന്നൊരു സാധ്യതയുണ്ട്. ഇതിനകത്ത് നമ്മൾ വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ നമ്മുടെ മീനച്ചാർ ഇടാനായിട്ട് നമുക്ക് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ മീൻ അരപ്പ് വരട്ടി വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് വറുത്തെടുക്കണം. നല്ലെണ്ണയിലാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. അച്ചാറിടുന്നതും നല്ലെണ്ണയിലാണ്. വെളിച്ചെണ്ണയിലൊക്കെ ചെയ്യാം. പക്ഷേ വെളിച്ചെണ്ണയിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കാറിച്ചു പോകും. അപ്പോൾ നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മൾ നല്ലെണ്ണ ഉപയോഗിക്കും. വറുക്കുകയാണ്. നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് മീൻ വറുക്കുമ്പോൾ ആവശ്യമാണെങ്കിൽ ചേർക്കാം. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരണം. ചൂടായി വന്നതിന് ശേഷം നമുക്ക് മീൻ കുറച്ചിട്ട് വറുത്തെടുക്കാം. അപ്പോൾ എന്തായാലും എണ്ണ ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ട് നമ്മുടെ മീൻ കോരിട്ട് കൊടുക്കാം. കോരിട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ. അതിനുശേഷം നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ മീൻ
ഇപ്പോൾ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കത് കോരി ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പ് വറുത്തെടുക്കാം. അപ്പോൾ നമുക്കിനി ഇത് മൊത്തം വറുത്തെടുത്തിട്ട് കാണാം. ഇപ്പോൾ എന്തായാലും ഇത് വറുത്തെടുക്കട്ടെ, അതിന് ശേഷം അടുത്ത് ചേർക്കാം. അപ്പോൾ നമ്മുടെ ഇത് ലാസ്റ്റ് റൗണ്ടും കൂടെ ഫ്രൈ ആക്കി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കത് കോരാം. അപ്പോൾ നമ്മുടെ മീനൊക്കെ ഇതാ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് അച്ചാറിടാനുള്ള കാര്യങ്ങൾ നോക്കാം. നമ്മളിത് ആദ്യം നല്ലെണ്ണ ഉപയോഗിക്കുകയാണ്. നല്ലെണ്ണ കുറച്ച് ഒഴിച്ച് കൊടുക്കുകയാണ്. അത് കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മൾ അച്ചാറിടാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ നല്ലെണ്ണയിൽ തന്നെയാണ് നമ്മൾ അച്ചാറിടുന്നത്. അതിനുള്ള എണ്ണ നമ്മൾ ചട്ടിയിൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഉലുവ ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ ഉലുവ ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ നമ്മൾ കടുകും ഉലുവയും കൂടെ പൊടിച്ചൊരു പൗഡർ കുറച്ച് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് വറ്റൽമുളക്, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, ഉലുവ, കായപ്പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, ഇത്രയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് നമ്മുടെ അച്ചാറിടാനുള്ള കാര്യങ്ങൾ നോക്കാം. നമ്മുടെ ചട്ടി ഏകദേശം എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുകിട്ട് കൊടുക്കാം. നമ്മൾ 2 കിലോ അച്ചാറിലേക്ക് ആവശ്യമായ കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തായി നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഇത്രയും ഉലുവ നമ്മൾ ഇട്ട് കൊടുക്കണം. പൊടിക്കാത്ത ഉലുവ മുഴുവനും ഇട്ട് കൊടുക്കണം. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഇടേണ്ടത് ഇഞ്ചിയാണ്. കുറച്ച് ഇഞ്ചി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 100 ഗ്രാമോളം ഇഞ്ചി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇഞ്ചി ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഇഞ്ചി ആദ്യം ഇടുന്ന വരുന്നത് ഇഞ്ചിക്ക് വെള്ളം ഉള്ള ഇഞ്ചി, പച്ച ഇഞ്ചിയാണ്. അപ്പോൾ ആ വെള്ളം ഒന്ന് വലിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇഞ്ചി ആദ്യം ഇടുന്നത്. നമ്മൾ വെളുത്തുള്ളിയുടെ കൂടെ എല്ലാം ഒരുമിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മറ്റുള്ള സാധനങ്ങൾ വാടി വരുമ്പോൾ ഇഞ്ചി അതിൻ്റെ വെള്ളം പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നത്. ആ ഇഞ്ചി ഒരുമിതൊന്ന് വേണം തിന്നുമ്പോഴേക്കും നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഇത്രയും വെളുത്തുള്ളി നമുക്ക് അടുത്ത് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇഞ്ചി ഒരുമാതിരി വാടി വന്നിട്ടുണ്ട്. ഇഞ്ചിയുടെ വെള്ളമൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇഞ്ചി ഇട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയുടെ ആ ഒരു മൂപ്പ് കറക്റ്റായിട്ട് വരുമ്പോൾ പച്ചമുളകും കറക്റ്റായിട്ടുള്ള മൂപ്പ് വരും.
പച്ചമുളകിന് മൂപ്പ് കുറച്ച് മതി, അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് മൂത്ത് വരട്ടെ, എന്നിട്ട് നമുക്ക് അടുത്തായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിനി വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഒരു 4-5 വറ്റൽമുളക് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതാ കറിവേപ്പില നമ്മൾ ഇട്ടിട്ടുണ്ട്. നമുക്കിതൊന്നും കൂടെ ഇളക്കി കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം അടുത്ത പൊടികൾ മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് ചേർക്കാം. നമ്മൾ ആദ്യമായിട്ട് ഇതിനകത്തേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. അച്ചാറിന് ആവശ്യമായ മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് കുറച്ച് വെച്ച് വേണം നമുക്ക് പൊടികളൊക്കെ ചേർക്കാം. ഇനി നമുക്കൊരു 7 സ്പൂൺ മുളക് പൊടി ചേർക്കാം. 7 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ നല്ല മുളക് പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് കാശ്മീരി മുളക് പൊടി ചേർക്കാം. 2 ചേർത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമുക്ക് 1 സ്പൂൺ സാധാരണ മുളക് പൊടി നമുക്ക് ചേർക്കാം. ഇതാ നമ്മൾ 1 സ്പൂൺ സാധാ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇത്തിരി എരിവ് കൂടിയ മുളക് പൊടിയാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ 1 സ്പൂൺ ചേർത്തത്. നമ്മൾ ആവശ്യത്തിന് പച്ചമുളക് വറ്റൽമുളകൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. മൂത്ത് വരട്ടെ, പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ. ഈ സമയത്ത് നമുക്കിതാ മീനിട്ട് കൊടുക്കാം. നമ്മൾ എടുത്തിട്ട് മീനിട്ട് കൊടുക്കണം. നമ്മൾ 2 കിലോ മീനാണ് എടുത്തിരിക്കുന്നത്, അതിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മീനിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി ചേർക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിന് വിനീഗർ ഒഴിച്ച് കൊടുക്കാം. നമുക്കിതാ ഒരു 1/2 സ്പൂണോളം ഉലുവയും കടുവും കൂടെ പൊടിച്ച് ചേർക്കാം. പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ചേർത്തിട്ടുണ്ട്. നമുക്ക് ഇളക്കി കൊടുക്കാം. ഒരു സ്പൂൺ കായം ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ കായം ചേർത്തിട്ടുണ്ട്. നമുക്കതൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ അച്ചാർ ഫിനിഷ് ആയിട്ടുണ്ട്. അതിൻ്റെ ലാസ്റ്റ് പണിയും കഴിഞ്ഞിട്ടുണ്ട്. അതായത് കണ്ടോ, ഇത് വെറുതെ ഈ കടകളിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലെ
കുറേ ഗ്രേവിയും 1 കിലോ അച്ചാർ മേടിച്ച് കഴിഞ്ഞാൽ 300 ഗ്രാം മീനും ബാക്കിയുള്ള ഗ്രേവിയുള്ള പരിപാടിയില്ല. നിങ്ങൾ നോക്കിയത് കണ്ടോ? ഇത് നമ്മൾ 2 കിലോ മീൻ എന്ന് പറഞ്ഞാൽ അച്ചാർ ഇട്ട് കഴിഞ്ഞിട്ട് 2 കിലോ മീൻ, നമ്മളൊരു 200-300 മീൻ എടുത്തിട്ടാണ് ഇത് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഈ അച്ചാറുകൾ കണ്ടിട്ട് നിങ്ങൾക്കും കൂട്ടും. നമ്മൾ ഈ അച്ചാറൊക്കെ കണ്ടിട്ട് ഇതാ ഒന്ന് കണ്ടോട്ടെ, ഒന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുത്ത്. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇത് കൂട്ടണമെന്ന് തോന്നണില്ലേ? അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുകൂടാതെ നമ്മുടെ ഫോൺ നമ്പർ ഈ വീഡിയോയുടെ താഴെ കൊടുക്കുക, വീഡിയോയുടെ സ്ക്രീനിലും കൊടുക്കുക. അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അച്ചാർ നമ്മൾ കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ്. ഇനി ഇവിടെ വന്ന് മേടിക്കാൻ പറ്റുന്നവർക്ക് ഇവിടെ മാമല, എറണാകുളം ജില്ലയിൽ മാമല എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ യൂണിറ്റ് വരുന്നത്. മാമല ഓട്ടോ സ്റ്റാൻഡിൽ ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് നമ്മുടെ കാറ്ററിംഗ് ചെയ്യണ വീട് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരും. അവർ ഇവിടെ കൊണ്ടുവന്നാക്കി തരും. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ ചമ്മന്തിപ്പൊടി ആയാലും നമ്മുടെ അടുത്തൊരു 4-5 വെറൈറ്റി ചമ്മന്തിപ്പൊടി ഉണ്ട്. നാച്ചുറലായിട്ടുള്ള ഓടക്ക ചെമ്മീൻ്റെ ഉണ്ട്, ക്യാരറ്റിൻ്റെ ഉണ്ട്, ബീറ്റ്റൂട്ടിൻ്റെ ഉണ്ട്, സാധാരണ തേങ്ങ മാത്രമായിട്ടുള്ളതുണ്ട്. അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളത് ചെയ്തു തരും. അപ്പോൾ ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, മറ്റുള്ള കടകളിൽ നിന്ന് മേടിക്കുന്ന അച്ചാറിനെ പോലെ കേടാവാതിരിക്കാനോ ടേസ്റ്റ് വർദ്ധിപ്പിക്കാനോ ആയിട്ട് നമ്മൾ അച്ചാർ പൊടി പോലും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. നമ്മളുടെ അച്ചാർ പൊടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മിക്സ് ചെയ്ത സാധനങ്ങളാണ് നമ്മളുടെ അച്ചാർ പൊടി. അത് അതിൻ്റേതായ പാകത്തിലും കണക്കിന് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഈ ഒരു അവസ്ഥയിലേക്ക് അച്ചാർ വരും. ഇതാ ഇപ്പോൾ ഞങ്ങൾ പറയുന്ന പോലെ ടേസ്റ്റും അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഐറ്റംസ് ആവശ്യമാണെങ്കിൽ നമ്മളെ സമീപിക്കുക, ഫോൺ ചെയ്ത് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ സാധനം എത്തിച്ചു തരും. ഇപ്പോൾ ഇവിടെ നിന്ന് ദുബായിലേക്കൊക്കെ പോകുന്നവർ, അതായത് ഇടുക്കിയിൽ നിന്ന് ആ ഭാഗത്തുനിന്നൊക്കെ ദുബായിലേക്കൊക്കെ പോകുന്നവർ നമ്മുടെ എയർപോർട്ടിലൊക്കെ, കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലോട്ട് വരുമ്പോൾ അവർക്ക് ഇവിടെ നിന്ന് എടുത്തിട്ട് പോകാൻ എളുപ്പമാണ്. അപ്പോൾ അങ്ങനെയും ആളുകൾ ബുക്ക് ചെയ്ത് സാധനങ്ങൾ എടുത്തിട്ട് പോകുന്നുണ്ട് പുറത്തേക്ക് പോകുന്നവർ. അല്ലാതെ നമ്മൾ ഡെലിവറി ചെയ്യാൻ പറ്റുന്ന സ്ഥലത്താണെങ്കിൽ ഒരു 10 കിലോമീറ്റർ ചുറ്റളവിലാണെങ്കിൽ ബുക്കിംഗ് കഴിഞ്ഞ് നമ്മൾ ഉണ്ടാക്കി ഡെലിവറി ചെയ്ത് നിങ്ങളുടെ സ്ഥലത്ത് എത്തിച്ചു തരും. അപ്പോൾ അതിനൊരു ചെറിയ കോസ്റ്റ് വരുമെന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക, നിങ്ങൾക്ക് അത് റെഡിയാക്കി തരുന്നതായിരിക്കും. അപ്പോൾ തുടർന്നും നമ്മളെ സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ വീഡിയോസ് കാണുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്, അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഒരു അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്.